ഗൈസ്, ഗുഡ് മോർണിംഗ്. നമ്മൾ നോക്കാൻ പോകുന്ന അയോഷിൻ്റെ സർട്ടിഫിക്കറ്റ് എങ്ങനെയാണ് ഓൺലൈനായിട്ട് വെരിഫൈ ചെയ്യുന്നതാണ്. അതിനായിട്ട് ആദ്യം തന്നെ അയോഷിൻ്റെ സർട്ടിഫിക്കറ്റ് എടുക്കുക. ജസ്റ്റ് അതിൻ്റെ റൈറ്റ് സൈഡിൽ താഴെ സർട്ടിഫിക്കറ്റ് നമ്പർ എന്നൊരു ഓപ്ഷനുണ്ട്. അതൊന്ന് നോട്ട് ചെയ്ത് നമ്മൾ എഴുതി വെക്കുക. അത് കഴിഞ്ഞിട്ട് നേരെ ഗൂഗിളിലോട്ട് ചെല്ലുക. ഗൂഗിളിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും ഫസ്റ്റ് ആയിട്ട് തന്നെ നമ്മൾ അയോഷ് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ നമ്മൾ കൊടുക്കുക. അതിൽ ഫസ്റ്റ് കാണുന്ന ഓപ്ഷനായിട്ടുള്ള വെരിഫൈ ആൻഡ് അയോഷ് സർട്ടിഫിക്കറ്റ് എന്നുള്ളത് കൊടുക്കുകയാണ്. അതിനുശേഷം നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയൊരു പേജ് ഓപ്പണായി വരും. അതിൽ ട്രെയിനിങ് സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിൽ ജസ്റ്റ് താഴെ ഒന്ന് വെയിറ്റ് ചെയ്യുവാണെങ്കിൽ കയറി വരും. അതിൽ സെർച്ച് വിത്തൗട്ട് ഡേറ്റ് ഓഫ് ബർത്ത് കൊടുത്താൽ മതി, കാര്യമില്ല, കുഴപ്പമില്ല. അതിൽ നമ്മുടെ നേരത്തെ നോട്ട് ചെയ്ത് വെച്ച ആ സർട്ടിഫിക്കറ്റ് നമ്പർ എഴുതി കൊടുക്കാം. അതിനുശേഷം താഴെ നമ്മുടെ പേര് കൊടുക്കാം, സർനെയിം താഴെ. അതിനുശേഷം താഴെ വെരിഫൈ സർട്ടിഫിക്കറ്റ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഇങ്ങനൊരു പേജ് ആയിരിക്കും ഓപ്പണായി വരുന്നത്. ഇതിൽ സർട്ടിഫിക്കറ്റ് ഫൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണും. ഇതിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് വാലിഡ് ആണ്, ഓക്കെ ആണ്, ഫേക്ക് ഒന്നും അല്ലാന്നാണ് കാണിക്കുന്നത്. അതുപോലെ നമ്മൾ അറിഞ്ഞു. ഇനിയിപ്പോൾ വേറെ ആരുടെയും സർട്ടിഫിക്കറ്റ് നമുക്ക് വാലിഡേറ്റ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് വാലിഡേറ്റ് ആണെന്നുള്ള ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് പുതിയൊരു പേജിലോട്ട് വരും. വേറെ ആളുടെ നമുക്ക് ടൈപ്പ് ചെയ്യാം. അപ്പോൾ ഇത്രയൊക്കെയാണ് നമുക്ക് അയോഷിൻ്റെ സർട്ടിഫിക്കറ്റ് വാലിഡേറ്റ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, താങ്ക് യു.